നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം. അതിൽ 4 ശ്ലോകങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ ചെറു വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഭഗവാനോട് അർജുനൻ ചോദിക്കുകയുണ്ടായി, കർമ്മയോഗവും കർമ്മസന്യാസയോഗവും ഇത് രണ്ടിലും ഏതാണ് കൂടുതൽ ശ്രേയസ്കരം, അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാൻ പറഞ്ഞു, അങ്ങനെ 2 യോഗങ്ങളുണ്ട്, അത് രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണ്, ശ്രേയസ്കരമായ മോക്ഷം തന്നെയാണ് രണ്ടിൻ്റെയും ഫലം. ഏതെങ്കിലും ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടിനും ഒരു അധികാരിക്ക് രണ്ടിനും കൂടി ഒരു അധികാരി എന്നല്ല. ചിത്തശുദ്ധി പൂർണ്ണമാകാതെ അവിടെ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയെല്ലാം ഉണ്ട്, ജ്ഞാനപ്രാപ്തിയാണ്, അവിടെ ജ്ഞാനനിഷ്ഠയാണ് ആവശ്യം ചിത്തശുദ്ധിയോടുകൂടിയെങ്കിൽ. ചിത്തശുദ്ധി ഉള്ള അധികാരിക്ക് കർമ്മസന്യാസം തന്നെയാണ് ജ്ഞാനയോഗം. അപ്പോൾ 2 അധികാരികളും 2 കാര്യങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണ് എന്നിവിടെ ഭഗവാൻ പറയണം. പണ്ഡിതന്മാർ രണ്ടിനെയും ഒന്നായി പറയുന്നു, അതിൻ്റെ വിവേകമില്ലാത്തവർ രണ്ടിൻ്റെയും വേറെ വേറെ എന്ന് ചിന്തിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ ശ്ലോകങ്ങളിലൂടെ ഉപദേശിക്കുകയുണ്ടായി. ഇതുതന്നെയാണ് 3-ാം അധ്യായത്തിലും അർജുനൻ ഈ 2 വഴികളെ ചോദിക്കുമ്പോൾ, രണ്ടിൻ്റെയും വ്യത്യാസത്തെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ചിത്തശുദ്ധിയില്ലാതെ നൈഷ്കർമ്മയോഗ സിദ്ധി സാധ്യമല്ല, അത് വിഷമമാണ്. ചിത്തശുദ്ധിയില്ലാതെ കർമ്മസന്യാസം, പിന്നെ മനസ്സുകൊണ്ട് കപടനായി അല്ലെങ്കിൽ മിഥ്യാചാരൻ എന്നൊക്കെ അവരെ വിളിക്കും. മനസ്സുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം നിലനിന്നുകൊണ്ട് മനഃശുദ്ധിയില്ലാതെ അങ്ങനെ വരുന്ന കർമ്മസന്യാസം മിഥ്യാചാരൻ, അല്ലെങ്കിൽ അവർ വീണ്ടും ആത്മീയമായ അധോഗതിയിലേക്ക് പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആത്മശുദ്ധിക്കായി, മനഃശുദ്ധിക്കായി കർമ്മയോഗമാണ് കൂടുതൽ വിശിഷ്ടമായിരിക്കുന്നത്. അതിലൂടെ കിട്ടുന്നതും ശ്രേയസ്കരമായ മോക്ഷം തന്നെയാണ്. അതിനുള്ള അധികാരികൾക്ക് കിട്ടുന്ന ഫലവും മോക്ഷം തന്നെയാണ്. കർമ്മസന്യാസത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ വരുന്നവർക്കും കിട്ടുന്ന ഫലം ഒന്ന് തന്നെയാണ്, മോക്ഷം തന്നെയാണ്. രണ്ടിലും വിശിഷ്ടമായത് കർമ്മയോഗമാണ്. കാരണം അവൻ നിർദ്വന്ദ്വനാണ്, ഒരു കാംക്ഷ ഇല്ല, ഒന്നിനോടും രാഗദ്വേഷങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള മനസ്സോടുകൂടി സ്വധർമ്മത്തെ പാലിച്ചുകൊണ്ട് അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ആ കർമ്മയോഗത്തിലൂടെ ചെയ്യുന്ന ആ കർമ്മയോഗി തന്നെയാണ് വിശിഷ്ടൻ എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ ആ 4 ശ്ലോകങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ ശേഷം ഭഗവാൻ തുടർന്ന് പറയുകയാണ്, ഇതിനെ രണ്ടിനെയും, സാങ്ഖ്യത്തെയും ജ്ഞാനയോഗത്തെയും, അതായത് കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും വിവേകികളല്ലാത്ത ബാലന്മാരാണ് വേറെ എന്ന് കാണുന്നത്, പണ്ഡിതന്മാർ വേറെ എന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒന്ന് ശരിയായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഫലമായ ഒന്നിനെ പ്രാപിക്കുന്നതാണ്, അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകം, യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. സാഖ്യൈ യത് സ്ഥാനം പ്രാപ്യതേ. ഇപ്പോൾ കർമ്മസന്യാസികളെ സാഖ്യയോഗ ജ്ഞാനയോഗത്തിലൂടെ ഏതൊരു സ്ഥാനത്തെ പ്രാപിക്കുന്നുവോ, ഏതൊരു സാധ്യത്തെ സിദ്ധിക്കുന്നുവോ, അതായത് ഏതൊരു ലക്ഷ്യത്തെ പ്രാപിക്കുന്നുവോ, തത് യോഗൈഹി അഭിഗമ്യതേ, കർമ്മയോഗത്തിലൂടെയും അതിലേക്ക് എത്തിച്ചേരുന്നു, ഗമ്യതേ. അതുകൊണ്ട് യഹ, ഏതൊരുവനാണോ സാഖ്യം ച യോഗം ച ഏകം പശ്യതി, സാഖ്യത്തെയും ഈ ജ്ഞാനയോഗത്തെയും കർമ്മയോഗം ച കർമ്മയോഗത്തെയും ഏകം പശ്യതി, ഏകഫലത്തെ, മോക്ഷത്തെ തന്നെയാണ്, ഈ സംസാര മോക്ഷത്തെ തന്നെയാണ് എന്ന് കാണുന്നുവോ, സഹ പശ്യതി, അവൻ തന്നെയാണ് ഈ കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ഫലത്തിൽ വിരോധമില്ല, പക്ഷേ 2 അധികാരികൾക്ക് ചേർന്നതാണ്, ഒന്ന് സാഖ്യയോഗവും ഒന്ന് കർമ്മയോഗവും, അതായത് ജ്ഞാനയോഗവും കർമ്മയോഗവും. അപ്പോൾ അത് എടുത്തെടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ചിത്തശുദ്ധി പൂർണ്ണമല്ലാതിരിക്കുന്നവർക്ക് ജ്ഞാന സാധനയായ കർമ്മസന്യാസത്തെ പൂർണ്ണമായി നൈഷ്കർമ്മസിദ്ധി സാധ്യമല്ല. അതുകൊണ്ട്
അത് വേറൊരു അധികാരിക്കാണ്. കർമ്മയോഗവും അത് ചിത്തശുദ്ധിയിലൂടെ തദ്വാര അത് ആ ഒരു പരമ്പരയായി അല്ലെങ്കിൽ ക്രമമായി ചിത്തശുദ്ധി, ജ്ഞാനപ്രാപ്തി, ജ്ഞാനനിഷ്ഠ, മോക്ഷം. അപ്പോൾ അതും രണ്ടും സാധ്യം മോക്ഷം തന്നെയാണ്. രണ്ടിൻ്റെയും ഫലം ഒന്നാണ്. അങ്ങനെ ഏകമായ ഫലത്തെ അറിയുന്നവർ ഈ കാര്യങ്ങളെ രണ്ടിനെയും ശരിയായി അറിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഈ ജ്ഞാനയോഗത്തിൻ്റെ നിഷ്ഠയ്ക്ക് ഇപ്പോൾ കർമ്മയോഗം എന്തിനാണ് ചെയ്യേണ്ടത്? അപ്പോൾ കർമ്മയോഗം ആർക്കാണ് അധികാരി, ആരാണ് അതിന് അധികാരി എന്ന് പറയുകയാണ്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നജിരേണാധിഗച്ഛതി. മഹാബാഹോ, അല്ലയോ അർജുന, സന്യാസഃ തു അയോഗതഃ പ്രാപ്തും ദുഃഖം. ഈ കർമ്മസന്യാസം എന്ന് പറയുന്നത് സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നുണ്ടല്ലോ, മാമേകം ശരണം വ്രജ. അങ്ങനെ എല്ലാ ധർമ്മങ്ങളെയും സന്യസിച്ചുകൊണ്ട് ശരീരയാത്രയ്ക്ക് വേണ്ടി മാത്രമായി, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ആ ജ്ഞാനയോഗമാകട്ടെ അല്ലെങ്കിൽ കർമ്മസന്യാസമാകട്ടെ അയോഗതഃ പ്രാപ്തും ദുഃഖം. കർമ്മയോഗം അനുഷ്ഠിക്കാതെ, അതായത് ഇവിടെ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വരുത്താതെ ആപ്തും ദുഃഖം, പ്രാപിക്കാൻ കഷ്ടമാണ്. അപ്പം ചിത്തശുദ്ധിയുള്ളവനാണ് എന്ത്? ജ്ഞാനയോഗം അല്ലെങ്കിൽ പൂർണ്ണമായ പരിത്യാഗം, സന്യാസം, പൂർണ്ണ സന്യാസം. അതല്ലാത്തവർക്ക് കർമ്മയോഗം തന്നെയാണ് കാര്യം. യോഗയുക്ത മുനിഹി നജിരേണ ബ്രഹ്മ അധിഗച്ഛതി. കർമ്മയോഗത്തോടു കൂടിയ മുനിഹി, തത്വവിചാരശീലൻ. അപ്പം കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയിൽ എത്തി ആ ചിത്തശുദ്ധിയോടുകൂടി ചെയ്യുന്ന തത്വവിചാരം ചെയ്യുന്നവൻ, ആ സാധകൻ, നജിരേണ വേഗത്തിൽ തന്നെ ബ്രഹ്മാധിഗച്ഛതി, പരമാർത്ഥ സന്യാസം അല്ലെങ്കിൽ പരമാത്മജ്ഞാന നിഷ്ഠയെ, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പം ഇവിടെ ആർക്കാണ് രണ്ടും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന അധികാരികളെ കൂടി പറയുകയാണ്. രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണ്, ശ്രേയസ്കരമായ അല്ലെങ്കിൽ ശ്രേയസ്സായ മോക്ഷം തന്നെയാണ്. പുരുഷാർത്ഥമായ മോക്ഷം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അധികാരികളായ ചിത്തശുദ്ധി പ്രാപ്തമായില്ലെങ്കിൽ കർമ്മയോഗം, സ്വധർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിച്ച് ചിത്തശുദ്ധി ദ്വാര ജ്ഞാനപ്രാപ്തി. അതല്ലാത്തവരോ, ചിത്തശുദ്ധി ഉള്ളവരാണെങ്കിലോ അവർക്ക് നേരിട്ട് കർമ്മസന്യാസം. അപ്പോൾ അത് ആ കറണ്ട് അധികാരികളെ കുറിച്ച് ഇവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചിത്തശുദ്ധി പ്രാപിച്ചുകൊണ്ട് കർമ്മയോഗത്തിലൂടെ ആത്മനിഷ്ഠനായി തീരാം എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാകും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നഭി ന ലിപ്യതേ. യോഗയുക്ത വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മാ. യോഗയുക്ത വിശുദ്ധാത്മാ എന്ന് പറയുമ്പോൾ കർമ്മയുക്തനായിട്ട്, കർമ്മയോഗത്തെ അനുഷ്ഠിച്ചവനും, വിശുദ്ധാത്മാ അപ്പോൾ ശുദ്ധചിത്തനായി, ചിത്തശുദ്ധിയായി, വിശുദ്ധാത്മാ വിജിതാത്മാ അപ്പോൾ അങ്ങനെ ആത്മാവിൽ വിജയിക്കാത്ത, ആത്മാവിന് മനസ്സ് ഉറപ്പിച്ചു, ശരീരബുദ്ധിയെല്ലാം വിട്ട് അതിനെ ജയിച്ചവൻ, ശരീരബുദ്ധിയെ ജയിച്ചവൻ അല്ലെ, ശരീരാത്മാബുദ്ധി, ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്നുള്ള ആ ബുദ്ധിയെ ജയിച്ചവൻ, അതാണ് വിജിതാത്മാ. അപ്പം മനസ്സിനെ ആത്മാവിലേക്ക്, ഞാൻ ആത്മസ്വരൂപമാണ്, കേവലമായ തത്വമാണ്, ആത്മസ്വരൂപമാണ്, എൻ്റെ കർമ്മം അകർമ്മം ഇതൊന്നുമില്ലാതെ കർത്തവ്യമില്ലാത്ത അഭോക്താവും അകർത്താവുമായ ആത്മസ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നറിഞ്ഞ മനസ്സുറപ്പിച്ച വിജിതാത്മാ. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളിലെല്ലാം വിജയിച്ചവൻ, ജിതേന്ദ്രിയൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളിലേക്ക് രാഗദ്വേഷങ്ങളിലൂടെ അതിന് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ അടിമയായി വിഷയങ്ങളിൽ വ്യാപൃതരാകാത്ത മനസ്സോടുകൂടിയുള്ളവൻ ജിതേന്ദ്രിയ. സർവഭൂതാത്മഭൂതാത്മാ, സർവഭൂതങ്ങളുടെയും ആത്മാവാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ആയവൻ, അതായത് ബ്രഹ്മസ്ഥിതനായ. സർവഭൂതാത്മഭൂതാത്മ എവിടെയുള്ള ബ്രഹ്മാദി സ്തംഭപര്യന്തം, ഇതെല്ലാം സർവാത്മഭാവത്തോടു കൂടി, ബ്രഹ്മാവ് തൊട്ട് ഈ പുൽക്കൊടി വരെ, അതുവരെയുള്ള എല്ലാം
സർവാത്മഭാവത്തിൽ കണ്ടുകൊണ്ട് ഈശ്വരീയമായ ആ ചൈതന്യത്തെ തന്നെ തന്നിലും പുറത്തും എല്ലാവിടെയും ആ ചൈതന്യം മാത്രമായി നിലകൊള്ളുന്നവനായി കണ്ടുകൊണ്ട് കുർവന്നബി ന ലിപ്യതേ, സ്വധർമ്മത്തെ, ലോകസംഗ്രഹമായ കർമ്മങ്ങളായാൽ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചാലും ചെയ്യുന്നവനാണെങ്കിലും ന ലിപ്യതേ, അതിൽ ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കർമ്മ അവനെ ബന്ധിക്കുന്നില്ല, ബന്ധപ്പെടുന്നില്ല, പറ്റിപ്പിടിക്കുന്നില്ല എന്ന് പറയുന്നത്. അതാണ് സമ്യക് ദർശി, സമദർശി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ യോഗയുക്തനായി കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നതിലൂടെ അവൻ ലോകസംഗ്രഹമായ സ്വധർമ്മത്തെ പരിപാലിച്ചാലും അതൊന്നും അവനെ ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ആ കർമ്മം അവനിൽ ഇല്ല. കാരണം അവൻ സർവാത്മഭാവത്തിലെ ജിതേന്ദ്രനായി, വിജിതാത്മാവായി. വിജിതാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ഉറപ്പിച്ച, ജിതേന്ദ്രിയം പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് അവരവരുടെ രാഗദ്വേഷങ്ങൾക്കനുസരിച്ചല്ല, ആ ഇന്ദ്രിയങ്ങളെല്ലാം സ്വൽപ്പടിയിൽ നിൽക്കുന്ന വിശുദ്ധാത്മാ, ശുദ്ധ ചിത്തനായ. അപ്പം അങ്ങനെ മനഃശുദ്ധിയിലിരിക്കുന്ന അവനിലെ ആ സർവാത്മഭാവത്തിൽ നിൽക്കുന്നവനെ ഒരു കർമ്മങ്ങളും ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പറ്റിപ്പിടിക്കുന്നില്ല. കർത്തൃത്വ ഭോക്തൃത്വഭോഗമൊന്നും അവനിൽ ഉണ്ടാകുന്നില്ല. ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഭുജിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഭുജിക്കുന്നില്ല, ഇത് രണ്ടും അവനിൽ ഈ സാധാരണ ഒരു സംസാരിക്കുണ്ടാകുന്ന പോലെ, ഒരു അജ്ഞാനിക്കുണ്ടാകുന്ന പോലെ ഉണ്ടാകുന്നില്ല എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണത്? അത് അടുത്ത ശ്ലോകങ്ങൾ പറയുകയാണ്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലഭൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. തത്വവിത്, ആത്മതത്വത്തെ അങ്ങനെ ബോധിച്ചവൻ, ആത്മതത്വത്തെ അറിയുന്നവൻ, പശ്യൻ കണ്ടിട്ടോ, ശൃണ്വൻ കേട്ടിട്ടും, സ്പൃശൻ തൊട്ടും, ജിഗ്രൻ മണത്തും, അശ്നൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉണ്ടും, ഗച്ഛൻ പോയിട്ടും, സ്വഭൻ ഉറങ്ങിയും, ശ്വസൻ ശ്വസിച്ചും, പ്രലഭൻ പറഞ്ഞുകൊണ്ടും, വിസൃജൻ വിസർജിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിട്ടുകൊണ്ടും, ഗൃണ്ണൻ എന്തെങ്കിലും എടുത്തുകൊണ്ടും, ഉന്മിഷൻ കൺമിഴിച്ചും, നിമിഷൻ കണ്ണടച്ചും കൊണ്ടേ തന്നെ. അതായത് ഇങ്ങനെയുള്ള എല്ലാ ശരീര ഇന്ദ്രിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും, അതുകൊണ്ടാണ് എല്ലാത്തിനും പറഞ്ഞത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ ഇതൊക്കെ പറയുന്നത്. ആ ശരീരത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാലും, കണ്ണടച്ചും കൊണ്ടിരിക്കെ തന്നെ, കണ്ണ് തുറന്നും അടച്ചും കൊണ്ടിരിക്കുക, അതുപോലും അങ്ങനെ ചെയ്തിരുന്നാലും, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി മത്വ ഇതി ധാരയൻ, അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. മത്വ എന്നല്ല, ധാരയൻ എന്നാണ്. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ, ഇന്ദ്രിയങ്ങൾ അതാത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുകൊണ്ട്, എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ല അതിൽ ഞാനില്ല. ഇന്ദ്രിയങ്ങൾ അതാത് ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. കണ്ണ് ആ ദർശനം എന്നുള്ള ആ ഇന്ദ്രിയം ആ ദൃശ്യവസ്തുവിനെ കാണുന്നു. അപ്പോൾ അത് അതിൻ്റെ വിഷയത്തിലേക്ക് പ്രവർത്തിക്കുന്നു. അതിൽ ഞാൻ കാണുന്നു എന്നുള്ളതില്ല, ഞാൻ ചെവി ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുന്നു എന്നുള്ളതില്ല, അല്ലെങ്കിൽ മണക്കുമ്പോൾ ഞാൻ മണക്കുന്നു എന്നില്ല, ഞാൻ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നു എന്നില്ല. ഇതൊന്നും എന്നിലില്ല. പരമാർത്ഥത്തിൽ എല്ലാം ഇന്ദ്രിയങ്ങളും അതാത് ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ആ അനുഭവങ്ങളൊന്നും, ആ വിഷയ അനുഭവങ്ങളൊന്നും എന്നിലില്ല, എന്നെ സ്പർശിക്കുന്നില്ല എന്നറിയുന്നു. അത് ആ വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ധാരയൻ കിഞ്ചിത് ന കരോമി ഏവൈതി, ഞാൻ ഒന്നും തന്നെ കരോമി ഏവൈതി, ഞാൻ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് യുക്തഹ മന്യേത. അപ്പം അങ്ങനെ തന്നെയാണ് ഈ മനസമാധാനത്തോട് സമാഹിത ചിത്തനായിരിക്കുന്ന യോഗയുക്തനായിരിക്കുന്നവൻ വിചാരിക്കേണ്ടത്. മന്യേത, അങ്ങനെയാണ് വിചാരിക്കുന്നത്, അങ്ങനെയാണ് കർമ്മയോഗം ചെയ്യുന്നത്. ഇതൊന്നും യാതൊന്നും ഈ ശരീര മനോബുദ്ധികളുടെ കർത്തവ്യ കർമ്മങ്ങളൊന്നും തന്നെ സ്പർശിക്കുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, അത് ഞാൻ ചെയ്യിപ്പിക്കുന്നുമില്ല എന്നറിഞ്ഞ് സ്വധർമ്മത്തെ ആത്മനിഷ്ഠമായിട്ട് ഈശ്വരാർപ്പണമായി ചെയ്യണം എന്ന് ഇവിടെ ഭഗവാൻ അത് ഉപദേശിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവന് ഈ കർമ്മങ്ങളൊന്നും സ്പർശിക്കുന്നില്ല, അവനെ ഇതിൻ്റെ കർമ്മദോഷങ്ങളൊന്നും അവനെ പ്രാപിക്കുന്നില്ല. അങ്ങനെ മനഃശുദ്ധി നേടി
ഭൂതാത്മാ അങ്ങനെയുള്ള സർവഭൂതങ്ങളുടെ ആത്മാവുന്ന സ്വരൂപത്തോടു കൂടിയവനായി തീരണം, ആ സമ്യക് ദർശിയായി തീരണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആത്മനിഷ്ഠയിലേക്ക് ഉയരണം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അപ്പോൾ അവിടെ പലതും ശരീര മനോബുദ്ധികൾ ഇന്ദ്രിയങ്ങളെല്ലാം അതാത് വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അത് ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ്, മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളാണ്, ഓരോരോ ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് സ്വധർമ്മത്തിലേക്ക് ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കണം. അത് ഈശ്വരാർപ്പണമായി ചെയ്യണം. അതിൽ ഫലങ്ങളിൽ ഒന്നും യാതൊരു ഇച്ഛയും ഇല്ലാതെ, ഒരു യാതൊന്നിലോടും ഇല്ലാതെ. ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിലൊക്കെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട്. ഉണർന്നവനെ സംബന്ധിച്ചോളം അത് സ്വപ്ന ശരീരമാണ്. ആ ശരീരത്തിൽ യാതൊരു താതാത്മ്യവും ഇല്ല. ഉണർന്ന ശേഷം പറയുന്നത് ആ ശരീരം യാതൊന്നും ചെയ്തതൊന്നും ഞാനല്ല ചെയ്തതെന്ന് അറിയുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ആത്മാവിലില്ല, തന്നിലില്ല, തൻ്റെ സ്വരൂപത്തിലില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രമാണത്തെ, ഈശ്വരവാക്യത്തെ ചിന്തിച്ച് മനസ്സിലാക്കി ഇതെല്ലാം ശരീര മനോബുദ്ധികളുടെ ധർമ്മങ്ങളാണ്, ഇതൊന്നും അധ്യാസം തന്നിലേക്ക് വന്ന് ഞാനെന്ന് ധരിച്ച അധ്യാസമല്ല, അധ്യാസം കൊണ്ടുണ്ടായതാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നു എന്നുള്ളത് എന്നറിഞ്ഞുകൊണ്ട്, ജ്ഞാനം കൊണ്ട് ഇതൊന്നും തന്നിലില്ല എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ നിർവികാരമായ നിസ്സംഗമായ ആത്മതത്വത്തെ ബോധിച്ചുകൊണ്ട് കർമ്മയോഗത്തെ അനുഷ്ഠിച്ച് അതിലൂടെ ചിത്തശുദ്ധി പ്രാപ്തമായി ഈ തത്വത്തിലേക്ക്, ഈ ആത്മതത്വത്തിൻ്റെ നിഷ്ഠയെ പ്രാപിക്കണം, മോക്ഷത്തെ പ്രാപിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.